നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇമോഷൻ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ഇതേപോലുള്ള കാര്യങ്ങളുടെ പിറകെ പോകാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലർ പറയും ഈ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പം എന്താണ്, ഈ പോത്തിന് അടി എന്ന് പറയുന്ന ഭാഷ മാത്രമേ മനസ്സിലാവൂ. പോത്തിന് അടി എന്ന ഭാഷയിലൂടെ അതനുസരിക്കും, പ്രവർത്തിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ അതിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ ചില നമ്മുടെ മനുഷ്യ സമൂഹത്തിലും ചില പോത്തിൻ്റെ അതേ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊന്നും നമ്മൾ വേദം ഓതി ഈ സ്നേഹത്തിൻ്റെ ശാന്തിയുടെ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് അടി, അപ്പോൾ അടി എന്ന് പറഞ്ഞാൽ നമ്മളാരും അടിക്കണമെന്നല്ല. ഇന്നത്തെ പുതിയ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അടിച്ച് ആരെയും മാറ്റണമെന്നല്ല. ഈ പ്രകൃതിയാകുന്ന മാതാവിൻ്റെ അടി, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ തെറ്റും ശരിക്കും അനുസരിച്ച് ഈ മാതാവിൻ്റെ അടി അത് സമയാസമയങ്ങളിൽ കിട്ടി നമ്മളെല്ലാവരെയും തിരുത്തും. ഈ നമ്മുടെ പ്രവൃത്തിയെ തിരുത്തി സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും വഴിയിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഈ പ്രകൃതിയുടെ അടി കിട്ടും. അപ്പോൾ ഈ ബുദ്ധിയുള്ളവൻ ഈ പ്രകൃതിയുടെ അടി വാങ്ങിക്കാതിരിക്കാനായിട്ട് നന്നാവുക എന്നുള്ളത് മാത്രമേ ഒരു വഴിയുള്ളൂ, പോംവഴിയുള്ളൂ. എന്ന് വെച്ചാൽ സ്നേഹമായിട്ടും ശാന്തിയായിട്ടും സമാധാനമായിട്ടും സത്യമായിട്ടും ധർമ്മമായിട്ടും ഒക്കെ നമ്മളെ പരിണമിപ്പിക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അടികൊണ്ട് ജന്മജന്മങ്ങൾ അടികൊണ്ടിട്ടെങ്കിലും ഈ ഒരു സത്യത്തിലേക്ക് എത്തിയിട്ടേ എല്ലാവർക്കും മോചനമുള്ളൂ. അപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മളൊന്നും ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഈ അടി വാങ്ങിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കുറിച്ചൊക്കെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അഴുക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കർമ്മദോഷങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി നമുക്ക് കൂടുതൽ ശാന്തിയും സമാധാനത്തിൻ്റെയൊക്കെ പാതയിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും. ഇപ്പം ഞാൻ ആരെയും സംബന്ധിച്ച് ആരെയും പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ പണ്ട് മുതലേ ആധ്യാത്മിക വിഷയങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മളെ വന്ന് ചില സാഹചര്യങ്ങളിൽ പരിഹസിക്കുന്ന സാഹചര്യത്തിലാണ് കുറച്ച് അതിനെന്തെങ്കിലും മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ല ഞാനായിട്ട് പോയി ആരെയും പരിഹസിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ട് കയറി മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പതിവേ എനിക്കില്ല. ശ്രീ, ഞാൻ ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് പൂർണ്ണസ്വാമി ഗംഗാധരൻ മാഷ് അറിയാലോ, അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചതായിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നല്ലോ ആളുകൾ, അദ്ദേഹം എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന്. അപ്പോൾ ശ്രീ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നോ? ഇപ്പൊ ഈ പൂർണ്ണസ്വാമി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടില്ല. കാരണം എനിക്കിനിയിപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയവും ഇല്ല. കാരണം ഇതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം വീഡിയോകൾ കാണുന്നത് ഞാൻ നിർത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതിനെല്ലാം ജനറലായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കേണ്ടില്ല. ഇതൊക്കെ നമ്മൾ ജനറലായിട്ടൊരു മറുപടിയുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇപ്പോൾ പൂർണ്ണസ്വാമി എന്നല്ല, ഇനി ആരായാലും